ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു മടി പിടിച്ച ദിവസം കൊണ്ട് കറിയൊക്കെ ഉണ്ടാക്കാൻ മടി. അപ്പോൾ എന്നെപ്പോലെ ഒരുപാട് പേരുണ്ടാവും ചില ദിവസങ്ങളിൽ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ചോറാണ് മുട്ടച്ചോറ്. അപ്പോൾ ചോറ് ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് പോകുമ്പോൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റും കൂടി വേണ്ട, പക്ഷേ കുറച്ച് ഇൻഗ്രീഡിയൻസുകളും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, ഇതൊന്ന് ഉണ്ടാക്കി നോക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒരു പാൻ വെക്കാം. അത് ചൂടായാൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ പകരം ഓയിൽ ഒഴിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. പിന്നെ ഞാനെടുത്ത ഒരു വലിയ ഉള്ളി കേട്ടോ, അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി എടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് ആവും. എനിക്ക് പിന്നെ അതും ഒരിക്കലൊരു മടി കൊണ്ട് ഞാനതെടുത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് കടുക് കുട്ടപ്പൻ അങ്ങ് പൊട്ടിക്കാം. അത് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇടാം കേട്ടോ. കറിവേപ്പില ഇട്ട് നന്നായി ഒന്ന് ഇതായി വരുമ്പോൾ ആ സമയത്ത് നമുക്ക് ഉള്ളി ഇടാം. നല്ല പഴുത്ത തക്കാളി ആണിച്ചാൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആവും കേട്ടോ. എല്ലാ ദിവസവും കറിയും ഉപ്പേരിയും പൊരിച്ചതും ഒക്കെ ആക്കുമ്പോൾ ഏതെങ്കിലും ഒരു ദിവസം നമുക്കൊരു മടി ഉണ്ടാവുമല്ലോ. പിന്നെ ഇതാ തക്കാളി ഇട്ട്, ഇനി ചെറിയ 2 തക്കാളി കേട്ടോ ഇട്ടത്. അത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേനും നമുക്ക് ആ സമയം കൊണ്ട് 2 മുട്ട, കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല ഇളക്കി വെക്കുക. ഇതിപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കണമെന്നില്ല, നമ്മൾ ആ ഒരു പാനിലൊന്ന് ഒഴിക്കുക. ഞാനിങ്ങനെ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചെന്നുള്ളൂ. ഇതാ അതിലേക്ക് ആ മസാലയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, നന്നായി വെക്കുക. നന്നായി താളി വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്ന എന്തൊക്കെ മസാല ഉണ്ടോ അതൊക്കെ അങ്ങ് ഇട്ടുകൊടുക്കാം. ഇത് എൻ്റെ സ്പെഷ്യൽ മസാലപ്പൊടിയാണ്, അതിടാം. മഞ്ഞൾപ്പൊടി ഇടാം, കുറച്ച് എരിവിന് വേണ്ടി നമുക്ക് കുരുമുളകോ അല്ലെങ്കിൽ മുളക് പൊടിയോ എന്താണോ നിങ്ങളുടെ ഫ്ലേവർ അതിനനുസരിച്ച് ഇടാം കേട്ടോ. എന്നിട്ട് ആ മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുട്ട ഇങ്ങനെ സെപ്പറേറ്റ് ആക്കണമെന്നില്ല കേട്ടോ, അതിലേക്ക് വേണമെങ്കിൽ ആദ്യം മുട്ട ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് പാർന്നിട്ട് ചിക്കിയാൽ മതി. ഇപ്പോൾ ഇതാ ഈ ഒരു പരിവാകുമ്പോൾ നമ്മൾ എന്താക്കണമെന്ന് വെച്ചാൽ ആ ചോറ് കൂടുതൽ ഡ്രൈ ആണ് മുമ്പ് ചോറ് ഇങ്ങോട്ടേക്ക് ഇട്ടുകൊടുക്കുക. ഈ ചോറ് ഇട്ടുകൊടുക്കുന്ന ആൾ ഞാനല്ല കേട്ടോ, സീമുത്താണ്. അവൻ പറഞ്ഞ് ഞാനിടാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അതിട്ടതിന് ശേഷം നന്നായിട്ട്, പിന്നെ ഞാൻ ചോറ് വേവിക്കുമ്പോൾ ഉപ്പിടലില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ മസാലയിൽ ഉപ്പ് നല്ല കണക്കാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംഭവം നല്ല സെറ്റായിട്ടുണ്ട്. ഇതാ ചോറ് റെഡി. കുറച്ച് മല്ലിയില അതിൻ്റെ മുകളിലൊന്ന് വിതറി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ചോറ് എത്ര സിമ്പിളാണല്ലേ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ചിറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.